ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സോഫയിലൊക്കെ വെക്കുന്ന ഒരു കുഷൻ പില്ലോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സാറ്റിൻ ക്ലോത്ത് പോലെ തോന്നും, പക്ഷേ സാറ്റിൻ ക്ലോത്ത് അല്ല, കുറച്ചുകൂടെ കട്ടിയൊക്കെ ഉള്ള നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ ഫ്രോക്ക് തയ്ക്കാൻ എടുത്തായിരുന്നു മോൾക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതായിരുന്നു. ഇന്ന് ഇത് വെച്ചിട്ട് കുഷൻ പില്ലോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ 3 വശം ഒന്ന് തയ്ച്ചു കൊടുക്കുക. കുറച്ച് ഭാഗം മാത്രം ഇതുപോലെ പഞ്ഞി നിറയ്ക്കാനായിട്ട് തയ്ക്കാണ്ട് ഇട്ടിട്ട് ഓപ്പണാക്കി ഇട്ടിട്ട് ബാക്കി ഭാഗമെല്ലാം തയ്ച്ചെടുത്തതിന് ശേഷം മറിച്ചെടുക്കുക. എന്നിട്ട് ആ ഓപ്പൺ ആയിരിക്കുന്നില്ല ആ ഭാഗത്തേക്ക് കൂടെ പഞ്ഞിയൊക്കെ നിറച്ചതിന് ശേഷം ഞാൻ ആ ഒരു ഭാഗം കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തയ്ച്ചെടുത്തു. ഇനി നമുക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ നടഭാഗത്തായിട്ട് ഒരു ഡിസൈൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തത്. ഇതും പഴയ മെറ്റീരിയൽ തന്നെയാണ്, അതായത് മോളുടെ ഫ്രോക്കിൻ്റെ അടിഭാഗത്തായിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ ആ ഫ്രോക്ക് കളഞ്ഞപ്പോൾ ഈ ഒരു നെറ്റ് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഇതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണ്ടാത്ത ഭാഗമൊക്കെ കളഞ്ഞിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പം ഞാനൊരു ഫ്രിൽ ടൈപ്പാണ് കൊടുക്കുന്നത്. ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്ലവർ പോലെ ഇരിക്കുന്ന ഒരു ഫ്രിൽ ടൈപ്പിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്ച്ചെടുത്തതിന് ശേഷം നല്ല വശം ഇതുപോലെ മറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ഫ്രില്ല് കൊടുക്കുന്ന ഒരു ഭാഗമില്ലേ, അതൊന്ന് അവിടെ ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൂചിയിൽ നൂല് കോർത്തിട്ട് ഇതുപോലെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്താൽ മതി, ഈസി ആയിട്ട് ചെയ്തെടുക്കാം. എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു 15-20 മിനിറ്റുള്ള പരിപാടിയുള്ളൂ. ഇനി നമ്മൾ കൈത്തയിലാണ് ഫുള്ളും ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി സമയം എടുക്കും, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഉള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സോഫയിലൊക്കെ വെക്കാനായിട്ട് കുഷൻ പില്ലോസ് ഉണ്ടാക്കാൻ കടയിൽ പോയി മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കുറച്ച് സമയവും കുറച്ച് ഐഡിയയൊക്കെ വേണമെന്നേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പം നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ നടഭാഗത്തായിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഫ്ലവറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതും ഡാർക്ക് ബ്ലൂ തന്നെയാണ്, ഒരു ചെറിയ വൈറ്റ് കളറിൽ സ്റ്റോണൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് മോളുടെ ചെരുപ്പിലിരുന്നതാണ്. അപ്പോൾ എന്തേ ഫൈനൽ ലുക്ക് ഇതാണ്. അടിപൊളിയായിട്ട് ഈസി ആയിട്ടൊരു കുഷൻ പില്ലോ ഒട്ടും ചിലവില്ലാണ്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ മറക്കാണ്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്